ഈ വീഡിയോ ഉസ്ബെക്കിസ്ഥാനിൽ MBBS പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്ന സാവരിയ ബസന്ത് എന്ന് പറയുന്ന പെൺകുട്ടിക്ക് സംഭവിച്ച ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ കുട്ടിയുടെ മർഡറുമായി ബന്ധപ്പെട്ടിട്ട് എനിക്കുണ്ടായിട്ടുള്ള ചില ചിന്തകൾ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു കാര്യം കൂടെ ക്ലിയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം ഇത് ഒരിക്കലും ഒരു പർട്ടിക്കുലർ റിലീജിയസ് ഗ്രൂപ്പിന് എതിരായിട്ടുള്ളൊരു വീഡിയോ അല്ല. റിലീജിയസ് ഗ്രൂപ്പുകൾ ഏതാണെങ്കിലും എല്ലാ റിലീജിയനിലും എക്സ്ട്രീമിസം അതല്ലെങ്കിൽ തീവ്രവാദ സ്വഭാവമുള്ള ആളുകളുണ്ട്. പക്ഷേ അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടതും അതിനെ പൊളിച്ചടക്കേണ്ടതും ഈ സമൂഹത്തിൻ്റെ സമാധാനപരമായിട്ടുള്ള നിലനിൽപ്പിന് ആവശ്യമാണ് എന്ന ഒരു ചിന്തയുള്ള കൂട്ടത്തിലാണ് ഞാൻ. അപ്പം സാവരിയ ബസന്ത് എന്ന് പറയുന്ന ഉസ്ബെക്കിസ്ഥാനിൽ MBBS പഠിക്കാൻ വേണ്ടി പോയിട്ടുള്ള 22-കാരിയായിട്ടുള്ള പെൺകുട്ടി നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ പോയിട്ടുള്ള സദറുൽ അനം എന്ന് പറയുന്ന ഒരു പയ്യനാൽ, അതും MBBS പഠിക്കാൻ പോയിട്ടുള്ള ഒരു പയ്യനാൽ ബീറ്റൺ ടു ഡെത്ത്, അങ്ങനെയാണ് നമ്മൾ ന്യൂസിലൊക്കെ കണ്ടത്. അതായത് അവരെ മർദ്ദിച്ച് അവശയാക്കിയിട്ട് ഇല്ലാതാക്കി, ഇതായിരുന്നു ഇതിൻ്റെ ഒരു ന്യൂസ്. അപ്പോൾ അതിന് പിന്നാലെ ഈ കുട്ടിയുടെ വീട്ടുകാർ ഭയങ്കര ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഏകദേശമൊക്കെ ഇതിനെ ശരിവെക്കുന്നതാണ് എന്നൊക്കെയാണ് ആരോപണങ്ങളിൽ നിന്നും അല്ലെങ്കിൽ വാർത്തകളിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഈ കുട്ടീനെ മതപരിവർത്തനം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇയാൾ നിർബന്ധിച്ചിരുന്നെന്നും അത് സമ്മതിക്കാത്തതിനെ തുടർന്നാണ് ഈ കുട്ടീനെ ഇത്രയും അധികം ബീറ്റ് ചെയ്തതെന്നും എന്നൊക്കെയാണ് ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ ആരോപിക്കുന്ന കാര്യങ്ങൾ. ഇത് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടുന്നൊരു വിഷയം തന്നെയാണ്. കാരണം ഇത് നമുക്കിങ്ങനെ മൂടി വെച്ച് ഒരുപാട് ആളുകളെ ഇങ്ങനെ സന്തോഷിപ്പിക്കാനൊന്നും എല്ലാ കാലത്തും പറ്റില്ല. ഞാൻ വീണ്ടും പറയുന്നു, ഇതിനകത്ത് ഫാമിലിയുടെ ആരോപണം, ഈ കുട്ടിയുടെ ഫാമിലിയുടെ ആരോപണം 100% ശരിയാണ് എന്ന് വിധിക്കാനൊന്നും ഞാൻ ആളല്ല. കാരണം അത് തെളിയിക്കപ്പെടേണ്ട സംഗതികളൊക്കെയാണ്, അതൊക്കെ അതിൻ്റേതായിട്ടുള്ള രീതിക്ക് നടക്കട്ടെ. പക്ഷേ നമ്മൾ കുറച്ച് കാര്യങ്ങളെ ഈ നഗ്നമായിട്ടുള്ള സത്യങ്ങളെ ആരെയും സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മൂടി വയ്ക്കാനായിട്ട് പറ്റില്ലാത്ത കുറേ സിറ്റുവേഷൻസ് ഉണ്ട്. ഈ റിലീജിയസ് എക്സ്ട്രീമിസം എന്ന് പറയുന്നത് ആ കൂട്ടത്തിൽ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം ഈ കേരള സ്റ്റോറി എന്നൊക്കെ പറയുന്ന ഒരു സിനിമ ഇറങ്ങിയ സമയത്ത് അതിനെതിരെ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ. പക്ഷേ ആ സിനിമ ഇറങ്ങിയതിന് ശേഷവും അതിന് മുമ്പൊക്കെ ആയിട്ട് കേരളത്തിലും ഈവൻ ഈ ടാറ്റ കൺസൾട്ടൻസിയിൽ പോലും എത്രയോ TCSൽ അതിലൊക്കെ എത്ര പ്രശ്നങ്ങളാണ് ഈ റിലീജിയസ് കൺവേർഷനുമായി ബന്ധപ്പെട്ട് സംഭവിച്ചത്. എത്രയോ പേരെയാണ് പോലീസ് ബുക്ക് ചെയ്തത്, എത്രയോ കേസസ് ആണ് കേരളത്തിൽ തന്നെ അതിനുശേഷം നടന്നത്. ഇതിനകത്തൊക്കെ മിക്കവാറും ഇരയാക്കപ്പെട്ട പെൺകുട്ടികൾക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു സംഗതി കൂടെ നിലനിൽക്കുന്നുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളത്, ഞാൻ എഗൈൻ പറയുന്നു, ഒരു റിലീജിയസ് ഗ്രൂപ്പിനെയും കുറ്റമോ പ്രശ്നമോ ഇതൊന്നുമല്ല എനിക്ക് പറയാനുള്ളത്. എനിക്ക് പറയാനുള്ളത് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ പേരും പറഞ്ഞിട്ട് ബ്രിട്ടൻ പോലുള്ള രാജ്യങ്ങൾ പോലും മൂടി വെച്ച് സഹിയിട്ട് അവർ പോലും ഇപ്പോൾ ഗ്രൂപ്പ് ഗാങ്സ് ഉണ്ട്, അവർ പെൺകുട്ടികളെ ഉപദ്രവിക്കുന്നുണ്ട്, പെൺകുട്ടികളെ അബ്ഡക്റ്റ് ചെയ്യുന്നുണ്ട്, പെൺകുട്ടികളെ റേപ്പ് ചെയ്യുന്നുണ്ട്. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഇവർ പെൺകുട്ടികളോട് കൺവേർട്ട് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്ത് വിട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മൾ ഇതിനെക്കുറിച്ച് കുറച്ചൊന്ന് അവെയർ ആയിട്ടിരിക്കേണ്ട ആവശ്യമുണ്ട്. അവെയർ ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞതിനെ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഒരിക്കലും നീ ഇന്ന റിലീജിയനിൽ പെട്ട ആളാണ്, നീ ആയിട്ട് ഞാൻ കൂട്ടില്ല, നീ ഇന്ന റിലീജിയനിൽ പെട്ട ആളായോ ഞാൻ നിന്റെ അടുത്ത് കൂടരുതെന്നാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു കോൺവെർസേഷനോ ഇങ്ങനെ ഒരു ചിന്തയോ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കാനും തീരുമാനിക്കാനും തുടങ്ങിയ ലോകത്തിൽ ഒരാൾക്കും നിലനിൽക്കാനും പറ്റില്ല, ജീവിക്കാനും പറ്റില്ല. ഒരു സൗഹൃദവും സന്തോഷവും ഒന്നും ഈ മനുഷ്യർ താമസിക്കുന്ന ലോകത്തിൽ ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾ ആളുകളുടെ കോൺവെർസേഷനിൽ നിന്ന് അവരുടെ ഇൻറ്റൻഷൻസ് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഇപ്പം ഒരു പല റിലീജിയനിൽ പെട്ടിട്ടുള്ള ആൾക്കാർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം തോന്നുകയും അവർ പരസ്പരം കല്യാണം കഴിക്കുകയും സന്തോഷമായിട്ട് ജീവിക്കുകയും ചെയ്യുന്ന ഒരുപാട് ഇൻസിഡൻസ് ലോകത്തിലുണ്ട്. മനുഷ്യരെങ്ങനെയാണ്, മനുഷ്യർക്ക് ഒരാളോട് ഇഷ്ടം തോന്നുന്നതും ജീവിക്കണതൊക്കെ അങ്ങനെയൊക്കെ തന്നെയായിരിക്കും കുറേ അധികം കേസസിൽ. പക്ഷേ ഒരാൾ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരാൾ നിങ്ങളെ ഏതെങ്കിലും കാര്യത്തിൽ സഹായിക്കുന്ന സമയത്ത്, ഇപ്പം നിങ്ങളുടെ ജോലിയുടെ ഇടയിലുള്ളൊരു വ്യക്തിയായിരിക്കാം, നിങ്ങളുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം, നിങ്ങളുടെ കൂടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയായിരിക്കാം, നിങ്ങൾ സ്ഥിരം ബസ്സിൽ കാണുന്ന ഒരാളായിരിക്കാം. ഇവരൊക്കെ നിങ്ങളോട് സംസാരിക്കുമ്പം അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഈ കോൺവെർസേഷൻസ് ഒക്കെ ചെന്ന് നിൽക്കുന്നത് റിലീജിയൻ അല്ലെങ്കിൽ എൻ്റെ മതമാണ് നിൻ്റെ മതത്തിനെക്കാട്ടിലും സൂപ്പറായിട്ടുള്ളത്, എൻ്റെ മതമാണ് അത്, എൻ്റെ മതത്തിൽ ഇങ്ങനെയുണ്ട്, എൻ്റെ മതം ഇങ്ങനെയാണെന്നുള്ളൊരു കോൺവെർസേഷൻസിലോട്ട് അതെത്തുകയാണെങ്കിൽ അവരുടെ റിലീജിയൻ്റെ മേന്മകളും നന്മകളും ഒക്കെ പറഞ്ഞ് നിങ്ങളെ പതുക്കെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ കൂടെ തന്നെ കുറേശ്ശെയായിട്ട് നിങ്ങളുടെ മതം കൊള്ളില്ല, എൻ്റെ മതമാണ് നല്ലത് എന്നുള്ള രീതിക്കുള്ളൊരു കോൺവെർസേഷനും കൂടെ അവിടെ വരുന്നുണ്ട് എന്നാണെങ്കിൽ ബിവെയർ ഓഫ് ദം. ഭയങ്കരമായിട്ട് നിങ്ങൾ അവരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത്
ഓർഗനൈസ്ഡ് ആയിട്ടുള്ള, അതല്ലെങ്കിൽ അവരുടെ ഇൻഡിവിജ്വൽ താല്പര്യത്തിൻ്റെ പുറത്തുള്ള ഒരു റിലീജിയസ് കൺവേർഷനിലോട്ടുള്ള പല പല സ്റ്റെപ്സാണ്. അപ്പം ഇതിൻ്റെ ഒരു സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു സംഭവമൊക്കെ എനിക്കും ജീവിതത്തിൽ അനുഭവം ഉണ്ടായിട്ടുള്ളതാണ്. അതായത് ചില ആളുകൾ വന്നിട്ട് അവരുടെ മതത്തിൻ്റെ മേന്മകൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, അതിലേക്ക് ഇങ്ങനെ നമ്മൾ അട്രാക്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള സംഗതിയൊക്കെ നമ്മൾ പല ആൾക്കാരും നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ നമ്മുടെ ബേസ് സോളിഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള വിശ്വാസങ്ങളിലും രീതികളിലും ഒക്കെ ഭയങ്കര വിശ്വാസമാണെങ്കിൽ, അല്ലെങ്കിൽ അതിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ, നമ്മൾ ഒരിക്കലും ഇതിലോട്ടൊന്നും പോവില്ല. ഇൻ്റലക്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതിലത്തെ പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ വലിയൊരു ശതമാനം ആൾക്കാരും സ്നേഹത്തിന് വേണ്ടി, സ്നേഹിക്കുന്ന പുരുഷന് വേണ്ടി, സ്നേഹിക്കുന്ന സ്ത്രീക്ക് വേണ്ടി, അതല്ലെങ്കിൽ ഈ പറയുന്ന കാര്യത്തിൽ ഭയങ്കര അട്രാക്റ്റഡ് ആയിട്ടൊക്കെ കൺവേർഷൻ നടത്താനോ അല്ലെങ്കിൽ ആ രീതിയിലോട്ടുള്ള കാര്യങ്ങളോട്ട് പോകാനോ ഉള്ള സാധ്യതയൊക്കെ ഉണ്ട്. സോ എൻ്റെ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങളുടെ കൂട്ടത്തിലുള്ള, നിങ്ങൾ വളരെയധികം വിശ്വസിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഇതുപോലെ ഫോഴ്സ്ഫുൾ റിലീജിയസ് കൺവേർഷന് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ സ്വന്തം മതത്തിലെ മേന്മകൾ പറഞ്ഞ് അതിലോട്ട് നിങ്ങളെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, അത്തരം ആളുകളെ നിങ്ങൾ നിങ്ങളുടെ സർക്കിളിൽ നിന്നും മാറ്റി നിർത്തുക. കാരണം ഇത് ഒരു എക്സ്ട്രീമിസ്റ്റ് ആണോ എന്നുള്ളത് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. 2, ഇത്തരത്തിലുള്ള കോൺവെർസേഷനുകൾ മാത്രമായിട്ട് നടത്തുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് വാല്യൂസ്, ഹ്യൂമൻ വാല്യൂസ് ഉണ്ടാവാൻ സാധ്യത കുറച്ച് കുറവാവാനുമുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ അവരിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക. പ്ലസ് ഇത്തരത്തിലുള്ള ആളുകളിൽ നിന്നുമുള്ള കുറച്ച് ശല്യങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, ഇവരെപ്പോഴും നിങ്ങൾ ഇതിനെക്കുറിച്ച് തന്നെ സംസാരിച്ച് ഫോഴ്സ് ചെയ്യുന്നുണ്ട് എന്നാണെങ്കിൽ, വളരെ വിശ്വാസമുള്ള ആളുകളോട് അത് സംസാരിക്കുക. നിങ്ങളുടെ സേഫ്റ്റി നിങ്ങൾ ഉറപ്പുവരുത്തുക. കാരണം സാവരിയുടെ കേസൊക്കെ ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ഫാമിലി പറയുന്നിടത്തോളം. സോ നിങ്ങൾ അതിനൊക്കെയുള്ള കുറച്ച് മുൻകരുതൽ എടുക്കേണ്ട ആവശ്യമുണ്ട്. അതോടൊപ്പം എനിക്ക് പറയാനുള്ളത്, നമ്മുടെ നാട്ടിലെ സ്കൂളിൽ പോകുന്ന കുട്ടികളും കോളേജിൽ പോകുന്ന കുട്ടികളും അതുപോലെ തന്നെ ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഈ പുതിയ ജനറേഷൻ്റെ കാര്യത്തിൽ ചില സമയത്ത് എനിക്ക് ഭയങ്കര ഒരു പുച്ഛമൊക്കെ തോന്നാറുണ്ട്. വേറെ ഒന്നുമില്ല, ദേ ആർ നോട്ട് അവെയർ. എന്താണ് ചുറ്റും നടക്കുന്നതെന്നുള്ളതിനെ കുറിച്ചിട്ട് അവർക്ക് ഒരു അവെയർനെസ്സും ഇല്ല. അവർ വാർത്തകൾ കാണാറില്ല, അവർക്ക് ലോകത്തിനെ കുറിച്ചിട്ട് വലിയ പരിചയമൊന്നുമില്ല. ഓരോ ട്രെൻഡിനും അനുസരിച്ചിട്ട് ഇങ്ങനെ ചുമ്മാ ഇറങ്ങും. ഓക്കെ, ഫുട്ബോളിൻ്റെ ട്രെൻഡിൻ്റെ സമയമാണ്, നമ്മളെന്നാൽ കുറച്ച് ഫുട്ബോൾ ആരാധകരായിട്ട് മാറാം. ഇത് ക്രിക്കറ്റ് സീസണാണ്, എന്നാൽ കുറച്ച് ക്രിക്കറ്റ് ആരാധകരായിട്ട് മാറാം. ഇത് ബൺ മസ്കയുടെ കാലമാണ്, എന്നാൽ കുറച്ച് ബൺ മസ്ക കഴിക്കാം. ഇങ്ങനെയുള്ള കുറച്ച് ട്രെൻഡ്സ് മാത്രമേ ഇവർക്കുള്ളൂ. സോ കഥയൊന്നുമില്ലാത്ത ഒരു ജീവിതമാണ് പല ആൾക്കാരും ജീവിക്കുന്നത്. സോ അത് പറ്റില്ല. നിങ്ങൾ അവെയർ ആയിരിക്കണം ലോകത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ട്, ഇത്തരത്തിലുള്ള ഈ ഒരു ഗ്യാങ് പോലത്തെ ഇഷ്യൂസിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ അവെയർ ആയിട്ടിരിക്കണം. നിങ്ങളുടെ സ്വന്തം സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇതിനെ പറ്റിയിട്ടൊക്കെ അവെയർ ആയിട്ടിരിക്കേണ്ടത്. അവെയർനെസ് ഉണ്ട് എന്ന് കരുതി എഗൈൻ ഞാൻ പറയുന്നു, ഇത് പരസ്പരം പല റിലീജിയനിലും പറ്റിയിട്ടുള്ള ആൾക്കാരോട് വിദ്വേഷം വെച്ച് പുലർത്താനുള്ള ഒരു ചാൻസ് ആയിട്ട് ഉപയോഗിക്കരുത്. എല്ലാ റിലീജിയനിലും ആളുകൾ ജനിക്കുന്നത് അവരുടെ നിർബന്ധം കൊണ്ടൊന്നുമല്ല, വന്നു ജനിച്ചു പോയി, ദാറ്റ്സ് ഓൾ. അപ്പം എല്ലാത്തിലും നല്ല മനുഷ്യരുണ്ട്, എല്ലാത്തിലും ചീത്ത മനുഷ്യരുണ്ട്. എല്ലാ ഗ്രൂപ്പുകളിലും എക്സ്ട്രീമിസ്റ്റുകളുണ്ട്, എല്ലാ ഗ്രൂപ്പുകളിലും സാധാരണ വിശ്വാസികളുണ്ട്. നിങ്ങൾ ആളുകളെ തിരിച്ചറിയാനും ചില പ്രശ്നങ്ങൾ വരുമ്പം ഒരു കൈ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാനും, നിങ്ങളുടെ സേഫ്റ്റി, നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ സന്തോഷം, സമാധാനം ഒക്കെ ഉറപ്പുവരുത്താനും നന്നായിട്ട് ട്രൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഇല്ല എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. മാത്രമല്ല, ഇതിനെയൊക്കെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഏതും നടക്കുന്നില്ല, ഇതൊരു മിത്താണ് എന്ന് പറഞ്ഞ് ഒഴിവാക്കാനും നമുക്ക് പറ്റില്ല. സോ അവെയർ ആയിട്ടിരിക്കുക. നല്ല കൂട്ടുകാരെയും നല്ല കാമുകന്മാരെയും നല്ല കാമുകിമാരെയും ഒക്കെ തിരഞ്ഞെടുത്ത ആളുകൾ പാളിപ്പോയെന്ന് തോന്നിയാൽ ഉടനെ അതിൽ നിന്ന് എസ്കേപ്പ് ആവാൻ ശ്രമിക്കുക. അതിൽ ഇത്തരത്തിലുള്ള ഭയങ്കര ക്രൂവൽ മൈൻഡ് സെറ്റുള്ള ആളുകളുണ്ടെന്ന് തോന്നിയാൽ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ലോക്കൽ അതോറിറ്റി, നല്ല ഫാമിലി മെമ്പേഴ്സിൻ്റെ ഒക്കെ സംരക്ഷണം നമ്മൾ ഉറപ്പുവരുത്തുക. സഹായം ചോദിക്കേണ്ടുന്ന സമയത്ത് സഹായം ചോദിക്കണം, അല്ലാതെ മിണ്ടാണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. സോ നിങ്ങളിതൊക്കെ അറിഞ്ഞിരിക്കണം എന്ന് മാത്രമാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഞാൻ ആഗ്രഹിച്ചത്.